എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ ഒരു 3.5 കപ്പ് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഒരു 2 കപ്പ് റൈസ് പൗഡർ അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞ് ഒരു തവി വെച്ച് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ആറി വരുമ്പോൾ നമ്മുടെ കൈ വെച്ച് നന്നായി നമുക്ക് ഒന്ന് കുഴച്ച് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സേവനാഴിയിലെ ഏറ്റവും കുഞ്ഞു ഹോൾസുള്ള അച്ചിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ചെയ്ത് വെക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണേ. ഞാനിന്നിവിടെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. വാഴയിലയിലേക്ക് നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഇടിയപ്പം ചുറ്റിച്ച് കൊടുക്കാം. ഒരുപാട് കട്ടിയാകാതിരിക്കുക, വളരെ തിന്നായിട്ട് വേണം നമ്മുടെ ഇടിയപ്പം ചുറ്റിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒരു ലെയർ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് എടുക്കാം. ടോപ്പിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ആവിയിൽ നമുക്ക് ഇടിയപ്പം വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇടിയപ്പം ഇവിടെ കുക്കായി കിട്ടും. നല്ല ആവി പറക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും വേഗം വന്ന് കഴിച്ചോളൂ. എനിക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.